എല്ലാവർക്കും സുഖല്ലേ? റമദാൻ ഇറങ്ങുന്ന പകുതിയായല്ലേ, ഇതുവരെ ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഈ കോവിഡിന്റെ റെസ്ട്രിക്ഷൻസും പിന്നെ ഫുൾ എല്ലായിടത്തും ലോക്ക്ഡൌണും പ്രശ്നങ്ങളും. നിങ്ങളൊക്കെ സേഫ് അല്ലേ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. ഇപ്പൊ കിച്ചണൊക്കെ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണും. ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കണേ. ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ. പക്ഷെ എന്നാലും ഒതന്റിക് ആയിട്ട് കറക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. ജീരകക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടത് നോക്കാം. ഇത് പച്ചരിയാണ്, സാധാരണ നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന പച്ചരി. 1 ഗ്ലാസ് ആണ്, സാധാരണ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സില്ല, അത്രയും 150 ml ഗ്ലാസ്. വലിയ ഒത്തിരി ഒന്നും വേണ്ടത്. 1 ഗ്ലാസ് ഉണ്ടെങ്കിൽ തന്നെ 4 ആൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള ജീരകക്കഞ്ഞി ഉണ്ടാവും. 1 മുറി തേങ്ങ ചെരുവിയത്, ആശാളി, ഉലുവ, മഞ്ഞൾപ്പൊടി ഇത് ഫുള്ളായിട്ട് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. മല്ലിപ്പൊടി 1/2 ടീസ്പൂണാണ്, ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. 3 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞാണ്. 3 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ഫുള്ളായിട്ട് നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ നെയ്യ്. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരി വേവിക്കാൻ വേണ്ടി വെക്കാം. അരി കഴുകി നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു കലം വെച്ചിട്ടുണ്ട്. ആ കലത്തിൽ പാതി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ചോറൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം വെക്കും. പക്ഷെ ഇത് നമുക്ക് കുറച്ച് വെള്ളം മതി. ഈ അരി വേവാൻ മാത്രമുള്ള വെള്ളം. നമ്മൾ തേങ്ങ അരപ്പൊക്കെ ചേർക്കുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇതിനകത്ത് കൊള്ളാതെയാവും. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഉപ്പ് പറയാൻ മറന്നുപോയി. ഉപ്പിടണ്ടേ, ആവശ്യത്തിനിടാം. ഉലുവ 2 നുള്ളാണ് കേട്ടോ, കൂടുതൽ ഇടണ്ട. കൂടുതലിട്ടാൽ കഴിക്കും, ഉലുവയുടെ ഒരു കയ്പ്പ് വരും. നമ്മൾ 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടൂല. 1 ടേബിൾ സ്പൂണൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറച്ചിയിൽ പോലും കുറച്ചിടും. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ. പച്ചമല്ലി അരക്കാൻ താല്പര്യമുള്ളവർക്ക് അത് തേങ്ങയിൽ അരച്ച് ചേർത്താലും മതി. എൻ്റെ അടുത്തുള്ളത് മല്ലിപ്പൊടിയാണ്. സൂപ്പർ ഷെഫായി എന്ന് പറയാൻ പറഞ്ഞേ. ഇതിപ്പോ നല്ലോണം തിളച്ചു വരുന്നുണ്ട്. നമ്മള് റൈസ് കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കാണ്. ഇപ്പൊ നമ്മള് കുക്കറിലൊക്കെയാണ് ഉണ്ടാക്കണേന്ന് വെച്ചാൽ ഇതിങ്ങനെ ആകെ വിസിലൊക്കെ വന്ന് അവിടെ ഒക്കെ മഞ്ഞളൊക്കെ തെറിച്ച് നമ്മുടെ അടുക്കള നാശകോശവും. കാരണം എനിക്ക് എപ്പോഴും സേഫ് ആയിട്ട് തോന്നാറ് റൈസ് കുക്കറിലാണ്. റൈസ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാല് അരമണിക്കൂർ, എക്സാക്ട് അരമണിക്കൂർ ആകുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇങ്ങനെ ചുമ്മാ അടുപ്പത്ത് തന്നെ വേവിക്കണേ, ഇങ്ങനെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വെന്തോളും. അപ്പൊ അത്രയും തീയൊക്കെ കത്തണ്ടായി. ഇതിപ്പോ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സേഫ് ആയിട്ട് എടുത്ത് റൈസ് കുക്കറിൽ വെക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും തേങ്ങ ഒക്കെ അരക്കാം. നമുക്ക് ഓഫ് ചെയ്യണം തീയ. തേങ്ങയിലേക്ക് നല്ല ജീരകം ഇടാം. ഇത് 1 ടീസ്പൂൺ ഫുള്ളായിട്ടുണ്ട്. ജീരകക്കഞ്ഞിയല്ലേ, ജീരകമാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. 3 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഉള്ളി അവോയ്ഡ് ചെയ്യുക കേട്ടോ. എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ലോണം അരയണം, ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് അരച്ചെടുക്കണം. ആശാളി 1/2 ടീസ്പൂണാണ്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കും. കസ്കസൊക്കെ പോലെ തന്നെയുള്ള സാധനമാണ്. തേങ്ങ ഒക്കെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കൃത്യം അരമണിക്കൂറായിട്ടുണ്ട്. നോക്കി, അരിയൊക്കെ നല്ലോണം വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ മഞ്ഞളും മല്ലിപ്പൊടിയും മഞ്ഞളിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾ മഞ്ഞൾ കൂടുന്നു നനയ്ക്കേണ്ട, അത് കറക്റ്റ് ആയിക്കോളും കേട്ടോ. ഇതിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കൊടുക്കും. ഇത് നമ്മൾ നല്ല കട്ടിയായിട്ടല്ലേ തേങ്ങ അരച്ചിട്ടുള്ളത്. മിക്സിയിൽ സൂക്ഷിച്ച്. ഈ പാത്രം കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ.
ഫുള്ളായിട്ട് ഇതപ്പോ കാലിപ്പാത്രമായിട്ട് നന്നായി തിളച്ച് പച്ചമണൊക്കെ പോയി കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അത് കുറച്ചിങ്ങനെ വെള്ളം പോലെ തന്നെയാണ്, കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി. കാരണം നമ്മൾ തേങ്ങയല്ലേ ഇതിനകത്ത് ഫുള്ള് ചേർത്തിട്ടുള്ളത്. വേറെ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഓയിലുകളൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നെയ്യൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി, അതിൽ സ്ക്രാച്ച് വീഴും. അങ്ങനെ ഇങ്ങനെ ആക്കണ്ട, നല്ല മോളായിട്ട് ഇട്ടിട്ടാണ്. ഇതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറാണ്. നമ്മൾ കറക്കിയൊക്കെ കാച്ചുന്ന പോലെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജീരകക്കഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിയ പറയുന്നുണ്ട് മിയയുടെ സെയിം കളറാണ് ജീരകക്കഞ്ഞിക്കുന്നത്. മിയയുടെ ഡ്രസ്സിന്റെ കളറാണ്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവും. നെയ്യും നല്ലൊരു സ്മെല്ലാണ് ഉള്ളിയുടെ നെയ്യിൻ്റെ ഒക്കെ കൂടിയിട്ട്. അപ്പൊ ജീരകക്കഞ്ഞി റെഡി ആയിട്ട് കണ്ടില്ലേ? ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. തേങ്ങയുടെ അരപ്പ് ചേർക്കാം, പച്ചമുളക് കാഴ്ച ഒഴിക്കത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഈ വെള്ളം ഒഴിച്ച് നമ്മൾ കൺസിസ്റ്റൻസി റെഡി ആക്കുന്നതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ലതാണ്. കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പക്ഷെ എൻ്റെ അടുത്തുള്ള തേങ്ങയുടെ അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ട് ഞാൻ തേങ്ങ മാത്രം ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത നല്ലൊരു ഡിഷായിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോഗായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.